വികസനവും കരുതലും ഇതാണ് ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ്. അക്ഷരാർത്ഥത്തിൽ അത് പ്രായോഗിക തലത്തിൽ ആക്കിയത് ഭരണ സ്ഥിരത പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാലാവധി പൂർത്തിയാക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ വികസന രംഗത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അർഹിക്കുന്നവരെ സഹായിക്കുന്ന വളരെയേറെ പരിപാടികൾ കൊണ്ടുവന്നു. ഇത് രണ്ടും വളരെയേറെ സംതൃപ്തി ഉളവാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ 5 കൊല്ലത്തെ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഈ വൻകിട പദ്ധതികളെക്കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള കരുതൽ പരിപാടികളുടെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ചിന്ത, കേരളത്തിൽ ഇതൊന്നും നടക്കത്തില്ല. അയൽ സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരിക, വളരെയേറെ പുരോഗതി വരിക. പക്ഷെ അന്നേരവും നമ്മുടെ നാട്ടിലൊന്നുമില്ല, ഇല്ലയെന്ന് മാത്രമല്ല നമുക്കിത് സാധിക്കില്ല എന്ന ഒരു ചിന്തയാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ചിന്ത കഴിഞ്ഞ് 5 വർഷക്കാലം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഒരു പുതിയ ആത്മവിശ്വാസം കേരളത്തിനുണ്ടായി. നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കും, എന്തും നടക്കും. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് എവിടം വരെയും പോകാം, നമുക്ക് വിജയിക്കാം. ഈ ഒരു ആത്മവിശ്വാസമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിന് നേടിയെടുക്കാൻ സാധിച്ച ഏറ്റവും വലിയ വിജയം, നേട്ടം എന്ന് ഞാൻ കരുതുന്നു. അങ്ങ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും 1 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിസന്ധികൾ സാധാരണക്കാരിലേക്ക് ഒരു കാര്യം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആക്രമണങ്ങൾ പലപ്പോഴും വ്യക്തിഹത്യ വരെ ഉണ്ടായി. കാരണം ആരും ചെയ്യാൻ പാടില്ലാത്ത ആരും അങ്ങനെ ഒരു മേഖലയിലേക്ക് കടക്കാൻ പാടില്ല. കാരണം ആ ഒരു രീതിയിലേക്ക് വരെ അങ്ങേക്കെതിരെ ആളുകൾ തിരിഞ്ഞു. ആ നിമിഷങ്ങളിലൊക്കെ ആ വേദന തോന്നിയ അത് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി സാധിച്ചു? എനിക്ക് ഈ 5 വർഷക്കാലം വളരെയേറെ പ്രതിസന്ധികൾ, വ്യക്തിപരമായ കടന്നാക്രമണം, ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോലുമില്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി. കായികമായിട്ട് പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധം എന്നെ വഴിതടയും, എന്നെ പരിപാടി പങ്കെടുപ്പിക്കത്തില്ല, സെക്രട്ടേറിയറ്റ് കയറ്റില്ല, ക്ലിഫ് ഹൗസ് വളയുക, അതിലൊക്കെ ഒടുവിൽ എന്നെ കല്ലെറിഞ്ഞു വീഴ്ത്തി. അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെയേറെ ഉണ്ടായി. പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിലും വളരെ ഒരു മിതത്വമാണ് ഞാൻ പാലിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ചെയ്യാനുള്ള കടമകൾ നിറവേറ്റുക, അതിനകത്ത് ഒരു ചെറിയ പാളിച്ച വന്നാൽ ഞാൻ വളരെ തളരും, മാനസികമായി പതറും. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ്, ഒരാളോടുള്ള ഒരു സംസാരത്തിൽ ഒരു വാക്ക് പിഴച്ചാൽ അതൊക്കെ എന്നെ വളരെയധികം അലട്ടും. പക്ഷേ ഇതുപോലുള്ള അതിരൂക്ഷമായ കടന്നാക്രമണങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് കൂട്ട്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അനുഭവം അതാണ്, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു മനസാക്ഷിയുടെ ശക്തിയാണ് എനിക്ക് ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ എനിക്ക് കരുത്ത് നൽകിയിട്ടുള്ളത്. ഒരു മുന്നണിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്നോടൊരിക്കൽ പറയുകയുണ്ടായി, അങ്ങയുടെ നേതൃത്വത്തിലുള്ള ജനസമ്പർക്ക പരിപാടി എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അദ്ദേഹം അവിടെ ഒരു കിടക്കയിലായിരിക്കുന്ന ഒരു രോഗി, സാമ്പത്തികമായിട്ട് യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ കൂടെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഈ രോഗിയെ എത്തിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം CM-ൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞു.
ഇത് പറഞ്ഞ് അവരെ യാത്രയാക്കിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആ പറഞ്ഞത് എന്തുകൊണ്ടാണ്? താങ്കളൊരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പലപ്പോഴും പാർട്ടിയുടെ പല നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ചെളിവാരി തേക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജെയിംസ്, സത്യം എന്തായാലും പറയാതിരിക്കാനാകില്ലല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഈ ചെളിവാരി തേക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഉള്ളിലും എന്താണ് അങ്ങ് ചെയ്യുന്നതെന്ന് അവർ അറിഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്? അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവർ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അറിയുന്നവർ നിശ്ചയമായും അതിനകത്തെ ആത്മാർത്ഥത മനസ്സിലാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. വ്യക്തിപരമായി എന്നെ അത് രൂക്ഷമായിട്ട് വിമർശിക്കുമ്പോഴും അവർക്ക് നേരിട്ടറിയാവുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ പഴയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല ഇന്ന്. ഞാൻ നിയമസഭയിൽ വന്നിട്ട് 46 വർഷമാകുകയാണ്. അന്നൊക്കെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷേ ആ രാഷ്ട്രീയമായ നയങ്ങളിൽ, പരിപാടികളിൽ ഉറച്ചു നിൽക്കുമ്പോഴും വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും ധാരണയും വളരെ ദൃഢമായിരുന്നു. ഇന്നിപ്പം അതൊക്കെ മാറി. അങ്ങനെയുള്ള അവസരം വരുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ദുഃഖം, നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇപ്പം യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞാലും യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വിമർശിക്കാനാണ്, അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ അതായിരുന്നില്ല. ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം, ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടുള്ളവരാണ്. അന്നൊക്കെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം KSUവും SF ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അന്നേരവും ഏറ്റവും ഊഷ്മളമായ ബന്ധമാണ്, വ്യക്തിപരമായ ബന്ധമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷമേ ഇല്ലായിരുന്നു. അവരൊക്കെ വളരെ ലോഹ്യത്തിലാണ്. സംഘർഷമുണ്ട്. ക്യാമ്പസിന് പുറത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷേ വിദ്യാർത്ഥികൾ തമ്മിൽ ആ ക്യാമ്പസിനുള്ളിൽ ഏറ്റവും നല്ല ബന്ധമായിരുന്നു. ഇന്നത് മാറി.